കൊടി പിടിക്കാനും സമരം ചെയ്യാനും പോലീസിന്റെ തല്ലുകൊള്ളാനും കോൺഗ്രസ്സുകാർ തന്നെ വേണം. എന്നാൽ ഭരണത്തിലേറി സ്വന്തം സ്റ്റാഫിലേക്ക് ആളെ എടുക്കുമ്പോൾ മന്ത്രിമാർക്ക് വേണ്ടത് ഡിവൈഎഫ്ഐക്കാരെ. കേൾക്കുമ്പോൾ കോമഡിയായി തോന്നാമെങ്കിലും ഇതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്ന് വരെ യൂത്ത് കോൺഗ്രസ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാട് നിന്നാണ് പൊട്ടിത്തെറിയുടെ തുടക്കം. മന്ത്രി കെ എ തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഡ്രൈവറായി നിയമിച്ചിരിക്കുന്നത് മുണ്ടൂരിലെ ഡിവൈഎഫ്ഐ നേതാവായ നിതിനെയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി സതീഷ് തിരുവാലത്തൂരാണ് ആദ്യം രംഗത്തെത്തിയത്. കഴിഞ്ഞ 10 വർഷമായി സമരം ചെയ്ത് 10-30 കേസ് തലയിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ നിയമനം. ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ആളാണ് നിതിൻ എന്നായിരുന്നു മന്ത്രി കെ എ തുളസിയുടെ ന്യായീകരണം. ഇത് പാലക്കാട്ടെ മാത്രം പ്രശ്നമല്ല. ഹൈക്കോടതി പ്ലീഡറായി തിരുവനന്തപുരം ലോ കോളേജിലെ മുൻ SFI സജീവ പ്രവർത്തകയെ നിയമിച്ചതിലും കോൺഗ്രസിനുള്ളിൽ വലിയ പുകിലാണ് നടക്കുന്നത്. VD സതീശിനെതിരെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി DCC അംഗം നിഖിൽ പൈലിയും രംഗത്തെത്തി. നിഖിൽ പൈലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും തല്ലുവാങ്ങിയവരും പുറത്തു നിൽക്കുമ്പോൾ സഖാക്കൾക്ക് മാനേജ്മെന്റ് കോട്ടയിൽ ജോലി കൊടുക്കുന്നത് നോക്കി നിൽക്കാനാകില്ല. UDFിൽ അണികളെയുള്ളൂ, അടിമകളില്ല. ഇനി അണികൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ആരോട് പോയി പറയും എന്നാണ് അതിലും വലിയ തമാശ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷ് മന്ത്രിസഭയിലുണ്ട്. ഒരു മന്ത്രിയെക്കുറിച്ചുള്ള പരാതി എങ്ങനെ മറ്റൊരു മന്ത്രിയോട് പറയാനാണ്? കൂടാതെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഒക്കെ മന്ത്രിമാരായതോടെ പാർട്ടി കാര്യങ്ങൾ നോക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു നാഥനില്ലാത്ത കളരിയായി അത് മാറിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി H സതീഷ് മന്ത്രി തുളസിക്കെതിരെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ്. പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളും കണ്ടാൽ ശരിക്കും ചിരിച്ചു പോകും. സാധാരണ കോൺഗ്രസ് അണികളുടെ നിസ്സഹായത അതിൽ കൃത്യമായി കാണാം. അതിലൊരു കോൺഗ്രസ് പ്രവർത്തകൻ വളരെ നിഷ്കളങ്കമായി ഒരു ഉപദേശം നൽകി: തെളിവ് സഹിതം KPCC പ്രസിഡന്റിന് പരാതി കൊടുക്കുക. പക്ഷേ ഇതിന് താഴെ വന്ന മറ്റൊരു കമന്റാണ് ഹിറ്റായത്. ബെസ്റ്റ് പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ ആകുമത്. മന്ത്രി കൂടിയായ KPCC പ്രസിഡന്റ് സ്വന്തക്കാരെയും ബന്ധുക്കളെയും സ്റ്റാഫായി നിയമിക്കുന്ന തിരക്കിലാണ്. അദ്ദേഹത്തോട് പോയി പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അണികളുടെ ഈ അമർഷവും സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങളും ഇവിടെയൊന്നും തീരുന്നില്ല. സതീഷിന്റെ പോസ്റ്റിന് താഴെ വരുന്ന മറ്റ് കമന്റുകൾ കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കൃത്യമായി വരച്ചു കാട്ടുന്നതാണ്. ഇത് കാലാകാലങ്ങളായി കോൺഗ്രസിൽ നടന്നു വരുന്ന ആചാരമാണ് എന്നാണ് നിഷ്കളങ്കനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കമന്റ്. അതുമാത്രമല്ല, ഇതൊരു ട്രസ്റ്റാണ്. ഞാനും അപ്പനും അപ്പന്റെ കെട്ടിയോൾ തുളസിയും. അങ്ങനെ പാലക്കാട് MPയും മന്ത്രി തുളസിയുടെ ഭർത്താവുമായ VK ശ്രീകണ്ഠനിട്ടും കോൺഗ്രസ് പ്രവർത്തകർ ചെറിയൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവർ തന്നെ തങ്ങളെ കൊണ്ട് കൊടി പിടിപ്പിക്കാനും തല്ലുകൊള്ളിക്കാനും മാത്രം നോക്കുകയും അധികാരവും സ്ഥാനമാനങ്ങളും വരുമ്പോൾ സ്വന്തക്കാർക്കും എതിർ പാർട്ടിക്കാർക്കും വീതം വെക്കുകയും ചെയ്യുന്നു എന്ന തിരിച്ചറിവാണ് അണികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്.